ഇന്ന് ഞങ്ങളൊരു ബീച്ച് യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും 15 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. മസ്കറ്റ് സിറ്റി സെൻറ്ററിൽ നിന്നും 15 കിലോമീറ്റർ അകലെയും അൽബുസ്താൻ്റെ അടുത്തും സ്ഥിതി ചെയ്യുന്ന കന്താബ് ബീച്ചിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. മലകളുടെ ഇടയ്ക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള യാത്ര കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞതാണ്. ഒരു 5 മണി ആയപ്പോഴേക്കും ഞങ്ങൾ എത്തിച്ചേർന്നു. ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ വെള്ളമണൽ തീരവും വെള്ളാരം കല്ലുകളും. സാധാരണ ബീച്ചുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ബീച്ചിന് ചുറ്റും ഉയർന്നു നിൽക്കുന്ന മൺതിട്ടകളും മലനിരകളുമാണ്. ചാരൂസ് ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നീട് അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. ബോട്ടിംഗ് താല്പര്യമുള്ളവർക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ കേവ്സ് കാണുവാനും അത്യാവശ്യം ബീച്ച് എക്സ്പ്ലോർ ചെയ്യുവാനും സാധിക്കും. ഒരു ഫാമിലിക്ക് 5 റിയാലാണ് ബോട്ടിംഗ് ചാർജ് വരുന്നത്. എന്നാൽ പിന്നെ ആ സ്റ്റോൺ കേവ്സ് കാണുവാനായി ഞങ്ങളും പോവുകയാണ്. കേവ്സിനുള്ളിൽ കൂടി പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഓൾമോസ്റ്റ് സൺസെറ്റായി. അതുകൊണ്ട് തന്നെ ചുറ്റിനുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചാരൂസ് ചുറ്റിനും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ബീച്ചിൽ വരുന്നവരൊരിക്കലും ബോട്ടിംഗ് മിസ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കേവും ക്രോസ് ചെയ്തു. ഏകദേശം 30 മിനിറ്റ് നേരം കൊണ്ട് ഈ കേവ്സ് ഒക്കെ കണ്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവരും. ഇടയ്ക്ക് കുറച്ച് പ്രൈവറ്റ് ബീച്ചുകളും നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. നല്ല സ്പോട്ട് കണ്ടാൽ ഇറങ്ങുവാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടാൽ അവർ അവിടെ ഇറക്കും. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ പെബിൾസ്. പല ആകൃതിയിലും നിറത്തിലുമുള്ള ഈ പെബിൾസ് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നീട് ചാരുവിന് കളിക്കാൻ കുറച്ച് സമയം കൊടുത്തു. അവൾ ഇവിടുത്തെ ആ പെബിൾസൊക്കെ വാരി കളിക്കുകയാണ്. ലൈറ്റൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഞങ്ങളും തിരിച്ചു പോന്നു. വൈകുന്നേരങ്ങളിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത്. ഞങ്ങളുടെ ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത മനോഹരമായ ഒരു വ്ലോഗുമായി വരുന്നതുവരെ ബൈ.